यात्रा for the kind attention of passengers, train. മൂകാംബികയിലേക്ക് ട്രെയിനിൽ ഒരു യാത്ര, അതും കുടുംബത്തോടൊപ്പം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു യാത്രയാണ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ശരിയാണ്, മൂകാംബിക ദേവി കൂടി മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുള്ളൂ. അത്തരത്തിൽ ദേവി വിചാരിച്ചിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ യാത്ര തുടങ്ങിയത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ഞങ്ങൾ മൂകാംബികയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ മൂകാംബികയിൽ എത്താനുള്ള ഏറ്റവും സേഫസ്റ്റായ മാർഗം എന്ന് പറയുന്നത് ട്രെയിൻ യാത്ര തന്നെയാണ്. കോയമ്പത്തൂരിൽ നിന്നും ജബൽപൂർ വരെ പോകുന്ന സ്പെഷ്യൽ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനിലായിരുന്നു ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കൃത്യനിഷ്ഠ കാരണം 6:30 വരേണ്ട ട്രെയിൻ ഏകദേശം 7:00 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നത്. ട്രെയിനുകളുടെ ഇത്തരത്തിലുള്ള വൈകിയോടലും മറ്റുമൊന്നും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമൊന്നും തന്നെയല്ല. ഞാൻ ഈ ട്രെയിനിനെ കുറിച്ച് പറയാം. മൂകാംബിക എത്താൻ സാധിക്കുന്ന വളരെ ചുരുക്കം ട്രെയിനുകളിൽ ഒന്നാണിത്. ഇത് എല്ലാ തിങ്കളാഴ്ചയും സർവീസ് നടത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണ്. സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് ഈ ട്രെയിനിന് ഒരല്പം ടിക്കറ്റ് നിരക്ക് കൂടുതലാണ്. സാധാരണഗതിയിൽ മൂകാംബിക എത്താൻ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റിന് 250 രൂപയാണ് ചാർജ്. എന്നാൽ ഈ ഒരു ട്രെയിനിന് 415 രൂപയുടെ അടുത്ത് ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട്. ട്രെയിൻ അങ്ങനെ ചൂളം വിളിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്ത് പോകുന്ന ഞങ്ങൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നാളെ പുലരുന്നത് മൂകാംബികയുടെ പ്രഭാതം കണ്ടുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു 7 മണിക്കൂർ നേരത്തെ ഉറക്കത്തിന് ശേഷം ഞാൻ ഉണർന്നിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ കുന്താപുര എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടു. മൂകാംബിക റോഡ് എന്നറിയപ്പെടുന്ന നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായിട്ടുള്ള ബൈന്ദൂർ എത്തുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള സ്റ്റേഷനാണ് കുന്താപുര. ഇതൊരു ഫേമസ് സ്റ്റേഷനും കൂടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി ടാക്സിയൊക്കെ വിളിച്ച് നമുക്ക് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ കുറച്ചുകൂടി അടുത്തെത്തുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബൈന്ദൂരാണ്. ഈ ഒരു ബൈന്ദൂർ സ്റ്റേഷനിൽ നിന്നും മൂകാംബിക എത്താൻ വേണ്ടി ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എല്ലാവരും തിരഞ്ഞെടുക്കുന്ന മാർഗം എന്ന് പറയുന്നത് ടാക്സി സർവീസുകളാണ്. ഇവിടെ ഒരുപാട് ടാക്സികൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വാഹനങ്ങളും ഒരുവിധം 8 സീറ്റേഴ്സ് ആണ്. അതായത് 8 പേർക്ക് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരം വാഹനങ്ങളാണ് ഇവിടെയുള്ളതിൽ കൂടുതലും. പിന്നെ വലിയ ട്രാവലർ പോലെയുള്ള വലിയ വാഹനങ്ങളും ചെറിയ കാറുകളും, അതായത് 5 പേർക്ക് പോകാൻ സാധിക്കുന്ന ചെറിയ കാറുകളും ഇവിടെയുണ്ട്. 8 പേർക്ക് പോകാൻ ഇവരിവിടെ ഈടാക്കുന്ന ചാർജ് ഒരു വാഹനത്തിന് 900 രൂപയാണ്. അതായത് ഒരു 6 മണിയാകുമ്പോൾ നമുക്കിവിടെ തൊട്ടടുത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ബസ്സുകൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ പതുക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ബൈന്ദൂർ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബൈന്ദൂർ ബസ് ബേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഞങ്ങളവിടെ എത്തുമ്പോൾ അവിടെ ഞങ്ങളെ കാത്ത് മൂകാംബികയിലേക്കുള്ള ആദ്യത്തെ ബസ് കിടപ്പുണ്ടായിരുന്നു. 6 മണിക്കാണ് ഈ ഒരു ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ഇതിന് മുന്നേ തന്നെ അന്വേഷിച്ച് വെച്ചിരുന്നു. ഒന്നുകൂടി കണ്ടക്ടറോട് ചോദിച്ച് ഉറപ്പുവരുത്തി ബസ്സിൽ സീറ്റിൽ സ്ഥാനം പിടിച്ചു.
കൃത്യം 6 മണിയായപ്പോൾ തന്നെ ഡ്രൈവർ വന്ന് ബസ് മുന്നോട്ടെടുത്തു. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അതായത് 6:45 ആകുമ്പോഴേക്കും നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ബസ് നിരക്ക് വരുന്നത് വളരെ കുറവാണ്. ഒരാൾക്ക് വെറും 40 സംതിങ് രൂപയെ ആവുന്നുള്ളൂ, അതായത് 45 രൂപയുടെ അടുത്ത്. അപ്പോൾ അത് വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. കാരണം ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഏകദേശം 900 രൂപ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം 1000 രൂപയോളം ഈ ഇനത്തിൽ തന്നെ ലാഭം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബസ് അങ്ങനെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ ഫോറസ്റ്റ് ഏരിയകളിലൂടെയൊക്കെ പോകുന്നുണ്ട്. കാരണം മൂകാംബിക ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തൂടെയൊക്കെയാണ് നമ്മളുടെ വാഹനം പോകുന്നത്. ദൂരെയായിട്ട് ഒരുപാട് മലനിരകളും അതേപോലെ തന്നെ കോടമഞ്ഞും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ രാവിലത്തെയുള്ള ഈ ഒരു ബസ് യാത്ര ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഇത്രയും നേരം ട്രെയിനിൽ വന്നിട്ട് ഈ ഒരു ബസ്സിൽ കയറി പോകുമ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെ അത് ആസ്വദിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നു. അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ശരിക്കും ഞാനിതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 6:50 ആകുമ്പോഴേക്കും നമ്മുടെ ബസ് ഇതേ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൂകാംബിക ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് ദൂരം, ഏറിപ്പോയാലൊരു 200 മീറ്ററോ മറ്റോ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്ത് എത്താൻ വേണ്ടി സാധിക്കും. അവിടെയാണ് ഒരുപാട് ഹോട്ടൽസും ലോഡ്ജും ഒക്കെ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരെ പോയിട്ട് റൂം എടുക്കുക, ഒന്ന് ഫ്രഷ് ആവുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി തമാശകളൊക്കെ പറഞ്ഞ് ഈ ഒരു മൂകാംബികയുടെ മണ്ണിലൂടെ, ഈ റോഡിലൂടെ ഇങ്ങനെ രാവിലെ നടന്നു. നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. വിചാരിച്ച പോലെ നല്ല ഹെവി റെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം ഞങ്ങൾ വന്ന ദിവസം എന്ന് പറയുന്നത് നല്ല മഴയുള്ള, അതായത് കേരളത്തിൽ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഏകദേശം കർണാടക ജില്ലയിലും മഴ പെയ്യുന്ന ഒരു സമയമാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയ സമയത്തും ഇവിടെ റെയിനി ഡേ എന്നൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് അത്ര റെയിനൊന്നും ഇല്ല. പക്ഷെ നല്ല തണുത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ്. വളരെ കിടിലനായിട്ടുള്ളൊരു ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നം, ഒരുപാട് നാളത്തെ ആഗ്രഹം ഇതേ തൊട്ടു മുമ്പിൽ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഹോട്ടൽ റൂം എടുത്തിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് കുളിച്ച് മാറ്റി പെട്ടെന്ന് തൊഴുതു വരാനും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ഷേത്രത്തിൽ പോകണമെന്നൊക്കെ തോന്നിയാലൊക്കെ ഇതിനൊക്കെ സൗകര്യം ക്ഷേത്രത്തിന് എത്രയും അടുത്തുള്ള ഹോട്ടലുകളിൽ റൂം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിവിടെ വരുന്ന സമയത്തും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ എടുത്തിരിക്കുന്നത് മന്ദാരം റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. ഇവിടെ 2 റൂമിന് ഞങ്ങൾക്ക് വന്ന റേറ്റ് എന്ന് പറയുന്നത് 1600 രൂപയാണ്. മൂകാംബികയിൽ എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അതിവിടെ എത്തിയ ഏതൊരാൾക്കും അനുഭവിക്കാൻ സാധിക്കും. കാരണം ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരിക്കും. ഭക്തിയും സൗന്ദര്യവും കലയും എല്ലാം തന്നെ ഇടകലർന്ന ഒരു പ്രത്യേക സൗന്ദര്യം.
അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ മൂകാംബിക ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകൾ കടന്ന് ഞാൻ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ പോയവർക്കറിയാം അതിന്റെ ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയുന്നത്. മൂകാംബിക ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടക സംസ്ഥാനത്ത് കൊല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സൗപർണിക നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് മൂകാംബിക ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് മലയാളികളുമായി, പ്രത്യേകിച്ച് കേരളവുമായി ഒരുപാട് അടുപ്പമുണ്ട്. അതിന്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് പുരാതന കേരളത്തിന്റെ അതിർത്തിയായിട്ടുള്ള ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങളിൽ ഇതിന്റെ സംരക്ഷണത്തിനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനായിട്ട് നിലകൊള്ളുന്ന 4 അമ്പിമാരിൽ ഒരാളാണ് മൂകാംബിക. അതുകൊണ്ട് തന്നെ മൂകാംബിക ദേവിക്ക് കേരളക്കരയുമായി ഒരുപാട് അടുത്ത ആത്മബന്ധമുണ്ട്. ഇവിടെ എത്തുന്ന ഭൂരിഭാഗം ഭക്തജനങ്ങളിൽ ഭൂരിപക്ഷവും മലയാളികളാണ്. ഒരുപാട് മലയാളികളെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 3 ദേവിമാരുടെയും ഐക്യരൂപത്തിലുള്ള ആദ്യ പരാശക്തിയായിട്ടാണ് ഇവിടെ മൂകാംബിക ദേവിയെ നമ്മൾ പൂജിക്കുന്നതും ആരാധിക്കുന്നതും. മഹാകാളിയായും മഹാസരസ്വതിയായും മഹാലക്ഷ്മിയായും നിലകൊള്ളുന്നത് ഒരേ രൂപത്തിലാണ്. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഈ ഒരു മൂകാംബിക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്കുള്ള സമയം അല്ലെങ്കിൽ ദർശനത്തിനുള്ള സമയം എന്ന് പറയുന്നത് പുലർച്ചെ 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. കലയും ഭക്തിയും സ്നേഹവും എല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ മനസ്സ് തുറന്ന് നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചാൽ അത് ദേവി നടത്തി തന്നിരിക്കും. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യുക. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുടജാദ്രിയിലേക്കാണ്. കുടജാദ്രിയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ ശ്യാം വിശ്വാസ്.